ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ നാളായി ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് അതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടങ്ങിയാലോ? വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ കേട്ടോ. എഴുന്നേറ്റ ഉടനെ എന്നെ ചേട്ടനുള്ള ലഞ്ചൊക്കെ ചൂടാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 8:30 ആക്ച്വലി കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ഈ അടുത്തിടയ്ക്ക് എഴുന്നേൽക്കുന്നത്. അത് മാറ്റണം എന്ന് എനിക്കുണ്ട്. ഐ എം ട്രൈയിങ് ഫോർ ദാറ്റ്. അപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ ഈ ബെഡ് അങ്ങ് മേക്ക് ചെയ്തിടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ഈ ബെഡ് റെഡിയാക്കലാണ് സ്ഥിരം ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞ് ഞാനിപ്പം ചെയ്യാറുള്ളത് പല്ല് തേക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ അങ്ങ് ചെയ്ത് തീർക്കുവേ. കാരണം എന്താണെന്നറിയത്തില്ല, പല്ല് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വിശക്കും. വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇങ്ങനെ വൃത്തിയില്ലാത്ത സ്ഥലത്തിരുന്ന് കഴിക്കാനും തോന്നത്തില്ല. അതുകൊണ്ട് പല്ല് തേക്കുന്നതിന് മുന്നേ തന്നെ ഈ വാക്യൂമൊക്കെ അങ്ങ് ചെയ്തിടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തുണികൾ നനച്ചിടാനുണ്ടായിരുന്നു. അപ്പം അതങ്ങ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. കാരണം അതവിടെ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ പരിപാടി ചെയ്തോളുമല്ലോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോഴത്തേനും ഇത് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ ബ്രഷൊക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ പോവാണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നത് ആക്ച്വലി പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു മോയ്സ്ചറൈസർ മാത്രം ഇടും കേട്ടോ. തോന്നുവാണെങ്കിൽ മാത്രം ഞാൻ സൺസ്ക്രീൻ ഇടും. അത് വലിയ കാര്യമായിട്ടൊന്നും പറയുകയല്ല. എനിക്കെന്തോ ഭയങ്കര മടിയാണ് ഈ സൺസ്ക്രീനൊക്കെ ഇട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പുറത്ത് പോവുകയാണെങ്കിൽ മാത്രമേ ഞാൻ സൺസ്ക്രീൻ ഇടാറുള്ളൂ. ചിലപ്പോൾ അതും ഇല്ല കേട്ടോ. പക്ഷേ ഇവിടെ ഭയങ്കര എക്സ്ട്രീം UV ഒക്കെയാണ്, സൺസ്ക്രീൻ ഇടണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും അത് മറന്നു പോകാറുണ്ട്. അങ്ങനെ നിങ്ങളാവരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മോയ്സ്ചറൈസറൊക്കെ പണ്ട്, അതായത് കോളേജിൻ്റെ ഒക്കെ മുന്നേ ഞാൻ ഇടത്തില്ലായിരുന്നു. കോളേജ് സമയത്ത് ഞാൻ ഇടത്തില്ലായിരുന്നു. കാരണം എനിക്ക് ഹാബിറ്റ് അല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്ന് മുതൽ മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്തോ അന്ന് മുതൽ എനിക്ക് ഈ മോയ്സ്ചറൈസർ ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എപ്പോഴും മുഖം നല്ല ഡ്രൈ ആവും ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും. അപ്പോൾ ഇതൊരു മസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സെറ്റഫിലിൻ്റെയാണ് കേട്ടോ. കഴിഞ്ഞിട്ട് ലിപ് ബാം. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമായതുകൊണ്ട് മാത്രം ഞാനൊരു സാധാ പൗഡർ, യാഡ്ലിയുടെ ജസ്റ്റ് സാധാ ഒരു പൗഡർ ഇടുകയാണ്. ജസ്റ്റ് ബിക്കോസ് വീഡിയോ എടുക്കുമല്ലേ, അതുകൊണ്ട് മാത്രം തിളങ്ങി അങ്ങ് നിൽക്കട്ടെ. പിന്നെ വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് ലിപ്സ്റ്റിക് ഓവറാണ്. പക്ഷെ എനിക്കെന്തോ വീഡിയോയുടെ മുന്നിൽ ലിപ്സ്റ്റിക് ഇടാതെ നിൽക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവാണ്. ഞാൻ പുറത്ത് പോകുമ്പോൾ ഈവൻ സാധനം മേടിക്കാൻ ഗ്രോസറി ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിലും ഞാൻ ഇതിട്ടിട്ടേ ഇറങ്ങാറുള്ളൂ. കാരണം ഇതിടുമ്പം എന്തോ ഒരു കോൺഫിഡൻസ് വന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് ചീപ്പി വെക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു സ്കിൻ കെയർ പരിപാടി. ആൻഡ് ഓൾ രാവിലെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്. നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ഞാൻ ഇതൊക്കെ ഈ ബ്ലൈൻഡ്സ് അങ്ങ് മാറ്റിയിടും. സമയം ഇപ്പോൾ 10 മണിയായി. വെട്ടമൊക്കെ അങ്ങോട്ട് വരട്ടെ അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ലാപ്ടോപ്പിൽ ജ്ഞാനപ്പാന പ്ലേ ചെയ്യും കേട്ടോ. വേറൊന്നുമല്ല, എനിക്ക് അത് പ്ലേ ചെയ്യുമ്പം നൊസ്റ്റടിക്കാറുണ്ട്. കാരണം പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലമുണ്ട്, ചെറുകട ദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 5:30 ആകുമ്പം പാട്ടിടും കേട്ടോ. അപ്പോൾ അതിലെ ഒരു പാട്ടാണ് ജ്ഞാനപ്പാന. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്തോ ഒരു സമാധാനം ഫീൽ ചെയ്യാറുണ്ട്. കുറച്ച് നേരത്തെങ്കിലും ഒരു സമാധാനം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിത് പ്ലേ ചെയ്യുന്നത്. ഇപ്പം ഈ അടുത്തിടയ്ക്ക് തുടങ്ങിയൊരു ഹാബിറ്റാണ്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിർത്താം, കാരണം ഞാനായതുകൊണ്ട്. ഞാൻ പിന്നെ നല്ല ഹാബിറ്റ്സ് ഒന്നും കണ്ടിന്യൂ ചെയ്യാത്ത ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്രാവശ്യം ഞാൻ പതിവ് തെറ്റിക്കുന്നില്ല. എൻ്റെ സ്ഥിരം സ്മൂത്തി തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. ഒരു ബനാന ബ്ലൂബെറി സ്മൂത്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എന്തിനാണ് എല്ലാ ദിവസവും നീ ഈ സ്മൂത്തി കഴിക്കുന്നതെന്ന് എൻ്റെ അമ്മ ചോദിക്കാറുണ്ട്. വേറൊന്നുമല്ല, വെറും ഈസി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം ഹെൽത്തി കൂടിയാണ്. ജ്ഞാനപ്പാന കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഞാനും ഇരുന്ന് പാടുന്നുണ്ട്. അതാണ് കേട്ടോ എൻ്റെ വായിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ കഴുകി അപ്പോഴത്തേനും ഈ തുണിയൊക്കെ അലക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വിരിച്ചിടണം. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇപ്പോൾ സമയം 11 കേട്ടോ. നമ്മുടെ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ, ഭയങ്കര ബിസി പ്ലേസ് ആണ് ഇത്. കെലിവിൽ റിഡ്ജാണ് കേട്ടോ ഈ സബോബിൻ്റെ പേര്. ആ കാണുന്നത് എറ്റമോഗ പബ്ബാണ്, ഒരു ഫേമസ് പബ്ബാണ്. പിന്നെ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഡാൻ മർഫീസിൻ്റെ ലിക്വർ ഷോപ്പും ഉണ്ട്. അവിടുന്ന് ലിക്വറൊക്കെ ഡിസ്കൗണ്ട് ഓഫറിൽ കിട്ടുമെന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പെട്ടികൾ ഇവിടെ ഉണ്ട്. ഞാനത് ഏതാണ്ട് 3 ആഴ്ച മുന്നേ കൊണ്ടുവന്നതാണ് എൻ്റെ ക്ലോസറ്റ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സമ്മറിന് വേണ്ടിയിട്ട്. അപ്പോൾ വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ ഞാൻ ആ പെട്ടിയിലാക്കി വെച്ചിട്ട് അത് താഴെ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചില്ല. അപ്പോൾ ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് താഴെ വെക്കാനായിട്ട്. പിന്നെ കുറേ ബിസി ആയിപ്പോയി കുറച്ച് കാര്യങ്ങളിൽ. അങ്ങനെ മെയിനായിട്ട് മടിയായിരുന്നു. എന്തായാലും ഇന്ന് ഞാനത് കൊണ്ടുവെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ താഴെ പോകുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ, കാരണം കുറച്ച് ഭാരമുള്ള പെട്ടിയാണ്. അത് 2 കൈ പിടിച്ച് ഫോണും പിടിച്ച് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പല വീഡിയോസിലും സ്റ്റോർ റൂമൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പം ശരി, വെച്ചിട്ട് തരാമേ. ഇനി അടുത്ത പരിപാടി കുറച്ച് വീഡിയോ എടുത്തിങ്ങനെ പഠിത്തം, അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് കേട്ടോ. അത് ഇനി അങ്ങ് പോകും. ഇനി ഇതായിരിക്കും മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ കുറേ നാളായി ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്, അതുകൊണ്ട് ചെയ്തതാണ് ഇത്. ഞാനില്ലേ, എനിക്ക് ഒട്ടും ഫോക്കസ് ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പം വേറെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പം പിന്നെ ഞാൻ ആ ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ആ ഒരു ഡയറക്ഷനിലേക്ക് പോകും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഫോക്കസോടുകൂടി ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇപ്പം പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ടാബ് ഉണ്ടപ്പോൾ അത് നീക്കിയിട്ട് ഞാൻ ശരിക്കും എടുക്കാൻ ഉദ്ദേശിച്ചത് വേറൊരു സംഭവം. അപ്പം ഇൻസ്റ്റാഗ്രാം കണ്ടപ്പോൾ അതിലേക്ക് പോയി. നിങ്ങൾ കൊണ്ടുപോകാൻ കുഴപ്പം. ഞാൻ ബേസിക്കലി ഒരു ഫ്രണ്ട് ആൻഡ് ഡെവലപ്പറാണ്. അതായിട്ടായിരുന്നു കേട്ടോ ഞാൻ 4 വർഷം വർക്ക് ചെയ്തത്. പക്ഷേ എനിക്കെന്തോ ആ ഫീൽഡ് തീരെ പിടിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ഫീൽഡിൽ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു സീറോയിൽ നിന്ന് തുടങ്ങുവാണ്. പല കാര്യങ്ങളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറ്റിയ ഫീൽഡ് ഏതാണ് എന്നുള്ളത്. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സെൽഫ് ഡൗട്ട് ഒരുപാടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഫേസ് എന്നെങ്കിലും മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമയം 2:30 ആയി.
ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. വയറ് ബഹളം വെക്കാൻ തുടങ്ങി. ലഞ്ചൊക്കെ ഓൾറെഡി ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറും കറിയൊക്കെ റെഡിയാണ്. പക്ഷേ കൂട്ടത്തിൽ ഞാനൊരു എഗ് ഓംലെറ്റും പപ്പടവും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇത് ഫ്രോസൺ ചില്ലിയാണേ. ഇവിടെ ഹോൾസിൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഇതാകുമ്പോൾ കുറേ നാൾ ഇരിക്കുകയും ചെയ്യും, ഒരുപാട് പ്രോപ്പറായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്കങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില്ലി വാങ്ങിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാനെപ്പോഴും ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പാലൊഴിക്കും കേട്ടോ. അതാകുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് വരുവേ. അതുകൊണ്ട് ഞാൻ കുറച്ച് പാലൊഴിക്കും ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ. ഉപ്പിടാൻ എനിക്ക് എപ്പോഴും പേടിയാണ്. ഓണത്തിന് വാങ്ങിയതാണ് കേട്ടോ ഈ പപ്പടം. ഇതൊരു തീർന്നില്ല, കാരണം ഞാൻ നോട്ട് എ വെരി ബിഗ് ഫാൻ ഓഫ് പപ്പടം. സദ്യയുടെ കൂടെ ഒക്കെ കഴിക്കുന്നല്ലാതെ അങ്ങനെ ഞാൻ കഴിക്കാറില്ല കേട്ടോ. മുട്ട ഓംലെറ്റ് കുറച്ച് ഷേപ്പ്ലെസ് ആയിപ്പോയി, ബട്ട് ദാറ്റ്സ് ഓക്കെ, ഞാനല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ലഞ്ച്. ചോറും ഡാലും, പിന്നെ ഇത് പാവയ്ക്ക ക്യാരറ്റ് തോരനാണ്, പപ്പടം, ഓംലെറ്റ്. അപ്പോൾ ഞാൻ പോയി ലഞ്ച് കഴിക്കട്ടെ. ഓൾ സെറ്റ്. ഈ ഡാൽ ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് ഈ ടൈപ്പ് ഡാൽ ആദ്യമായിട്ട് ട്രൈ ചെയ്തത്. സൂപ്പറായിരുന്നു, ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രോബബ്ലി ഞാൻ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. സൂപ്പർ. ഞാൻ കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ആസ് യൂഷ്വൽ പാത്രങ്ങൾ കഴുകി വെക്കണം, അതിലേക്ക് കടക്കുകയാണ് ഞാൻ. എനിക്കിങ്ങനെ കൂട്ടിയിടുന്നത് ഇഷ്ടമല്ലെന്ന് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എപ്പം എന്ത് കഴിച്ചാലും, ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചായാലും ഡിന്നറായാലും സ്നാക്സ് ആയാൽ പോലും ഞാൻ അപ്പം തന്നെ കഴുകി വെക്കാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം. ഒട്ടും പറ്റാത്ത സമയത്ത് മാത്രമായിരിക്കും പാത്രങ്ങൾ ഇടുന്നത്. അതും കൂടിയ പിന്നെ എനിക്ക് എന്തോ പോലെ ആവാൻ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വെക്കും. ഇവിടെ ഡിഷ് വാഷർ ഉണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അത്. കാരണം അതിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഒരുപാട് പാത്രങ്ങൾ അധികം വരാറില്ല. പിന്നെ എനിക്കിങ്ങനെ കൂട്ടിയിടുന്നതും ഇഷ്ടമല്ല. അതിൽ ഒരുപാട് പാത്രം ഉണ്ടെങ്കിലേ അത് വർത്തി ആവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത് കേട്ടോ. ഫുഡ് കഴിച്ച പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞ് ഞാൻ വീണ്ടും കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തു. അപ്പോൾ സമയം 5 മണിയായി. ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ. 5 മണിയാണെന്ന് തോന്നുന്നില്ല, കാരണം ഭയങ്കര വെളിച്ചം. നമ്മുടെ നാട്ടിലെ 1 മണി 2 മണിയൊക്കെ ഫീൽ കേട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പം രാത്രി 10 മണിയൊക്കെ ആവും സൺസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സൺസെറ്റ് ഒരു 7-7:30ഒക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിച്ച് വന്നിരിക്കുകയാണ് ഞാൻ. നല്ല ഫ്രഷായി, നല്ലൊരു ഗുഡ് ഫീലിംഗ്. ഇനി വിളക്ക് കൊളുത്തണം, കുറച്ച് നേരം പ്രാർത്ഥിക്കണം.
പിന്നെ ഡിന്നർ ഉണ്ടാക്കണം, അപ്പോഴത്തേനും ചേട്ടൻ വരും. പിന്നെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. യാ. വിളക്ക് കൊളുത്തി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ അടുക്കളയിലും ഏതെങ്കിലും ഒരു ക്യാൻഡിൽ കത്തിച്ച് വെക്കുകയും നല്ല മണമൊക്കെ അങ്ങോട്ട് പകരുമ്പം നല്ല ഒരു പോസിറ്റീവ് വൈബാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉണങ്ങി വന്ന തുണികളൊക്കെ അങ്ങ് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എല്ലാ തുണികളും പെട്ടെന്ന് ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ. പണ്ട് വിൻ്റർ സീസണിൽ ഒരു തുണി ഉണങ്ങി കിട്ടണമെങ്കിൽ 2-3 ദിവസം എടുക്കുമായിരുന്നു. ഇപ്പോൾ ഏതായാലും പെട്ടെന്ന് ഉണങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഹാപ്പി ആയിട്ട് അതേ ചൂടോടുകൂടി അങ്ങ് മടക്കി വെക്കുവാണേ. സമയം 7 മണിയായി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഡിന്നർ ഉണ്ടാക്കണം, കഴിക്കണം. ഡിന്നറിന് ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. ചേട്ടന് ചിക്കൻ റാപ്പ് കൊടുക്കാമെന്ന് വിചാരിക്കുക. എനിക്കത് കഴിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓട്സിലങ്ങ് നിർത്തും കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഇതിൽ കൂടുതൽ നീട്ടുവാണെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ please do like, share and subscribe to my channel, and see you in my next vlog. Till then, ta-ta!